ഹലോ ഡിഫൻസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 7 ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ NCERT ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 1, 2, 3 രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് NCERT ക്വസ്റ്റ്യൻസിൽ നിന്ന് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ ഒരു ഗ്രാഫ് ഒന്ന് നിരീക്ഷിക്കുക അല്ലെ. ഈ ഗ്രാഫ് നമ്മൾ എവിടെയോ കണ്ട് പരിചിതമാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വന്ന ഒരു ടൈപ്പ് ഗ്രാഫ് ആയിരുന്നു അത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കിയിട്ട് പോവാ അല്ലെ. NCERT-യിൽ ജസ്റ്റ് ഇവിടെ ആംഗുലർ ഫ്രീക്വൻസിയാണ് നമുക്ക് എന്തുള്ള X ആക്സിസിലുള്ളത്, പിന്നെ അതിനനുസരിച്ചുള്ള കറണ്ടും Y ആക്സിസിലും. ഓക്കെ, നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചിട്ട് ഇരുന്നാൽ മതി. ഓക്കെ, റെഡി. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. A 44 millihenry inductor is connected to 220 volt 50 Hz AC supply. Determine the RMS value of the current in the circuit. നമുക്ക് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 44 × 10⁻³ മില്ലിനെ സാധാ ആക്കാൻ 10⁻³ കൊണ്ട് ഇൻഡു ചെയ്തു. ഈ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, 50 Hz ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഈ RMS അതായത് VRMS തന്നിട്ടുണ്ട് എത്ര? 220 വോൾട്ട്. ഇനി ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അത് 50 Hz ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് RMS വാല്യൂ ഓഫ് കറണ്ട് ആണ്. IRMS ആണ് ചോദിച്ചിരിക്കുന്നത്. IRMS എത്രയാണെന്ന് അറിയാം? VRMS ബൈ റെസിസ്റ്റൻസ് അല്ലേ. റെസിസ്റ്റൻസിന് പകരം ഇവിടെ ഉള്ളത് ഇൻഡക്ടറാണ്. ഇൻഡക്ടറിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ, അതായത് XL അല്ലേ റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യണം, അതുകൊണ്ട് XL എന്ന് കൊടുക്കും. ഇനി VRMS എത്രയാണെന്ന് അറിയാം? 220 എന്നറിയാം. XL എന്ന് പറഞ്ഞാൽ L × ഒമേഗ എന്ന് അറിയാം. രണ്ടും ഇല്ല ഇവിടെ ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. യെസ്, അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഇവിടെ? അപ്പോൾ 220 × L പറഞ്ഞാൽ 44 × 10⁻³ നമുക്ക് ഒമേഗ അറിയില്ല. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2π × 50 പറയുമ്പോൾ 100π എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ × 100π. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? IRMS കണ്ടുപിടിക്കാം. IRMS പറഞ്ഞാൽ 220 ഡിവൈഡഡ് ബൈ 44 × 10⁻³ -3 × 100π. ഓക്കെ, സോറി, ഒന്നും കൂടി നോക്കട്ടെ. നമുക്ക് 220 ഡിവൈഡഡ് ബൈ 44 × 10⁻³ × 100π. അപ്പോൾ 15.9 സംതിങ് കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന 15.9 ആംപിയർ എന്തെങ്കിലും കിട്ടും. ഓക്കെ, കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല, ഏകദേശം ഇങ്ങനെ കിട്ടണം. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ 7.21 ഷോസ് എ സീരീസ് LCR സർക്യൂട്ട് കണക്റ്റഡ് ടു വേരിയബിൾ ഫ്രീക്വൻസി 230 watt സോഴ്സ്. L = 5 ഹെൻറി, C = 80 × 10⁻⁶, അതായത് 80 മൈക്രോഫാരഡ്, R 40 ohm. നമുക്ക് ഡിറ്റർമൈൻ സോഴ്സ് ഫ്രീക്വൻസി which drives the circuit in resonance. റെസൊണൻസിലേക്ക് ഈ ഒരു സർക്യൂട്ടിനെ കൊണ്ടുപോകുന്ന ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒമേഗ = 1/2π × LCL. ഈ ഒമേഗയിലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഒമേഗ = 1/2π × LC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L 5 ആണ്. ഓക്കെ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മൈക്രോഫാരഡ് ആണ്. അതിനെ × 10⁻⁶ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടും. അപ്പോൾ നമുക്ക് എത്ര? 2 × 3.14 എത്ര? × √5 × 80 × 10⁻⁶ എത്ര കിട്ടും? അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 1/, വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 1/, ആൻസർ 890 സംതിങ് കിട്ടുന്ന ആളെ എന്ത് ചെയ്യുക? റേഡിയൻ/സെക്കൻഡിൽ എഴുതുക കേട്ടോ. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് ഒബ്റ്റെയിൻ ദ ഇംപിഡൻസ്. അടുത്ത് ചോദിച്ചിരിക്കുക ഒബ്റ്റെയിൻ ദ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറന്റ് അറ്റ് ദ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി. ഇംപിഡൻസ് ചോദിച്ചിട്ടുണ്ട്. ഇംപിഡൻസ് റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയിൽ നമുക്ക്
ആറുമായിട്ട് ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ Z is equal to R. സോ ഇംപിഡൻസ് is equal to R എത്ര 40 ഓം. ഇനി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറന്റ് അറ്റ് ദ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി. റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്. കറണ്ട് IRMS നമ്മൾ എടുത്തു, അത് VRMS ബൈ Z ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പീക്ക് വാല്യൂ എടുക്കാം. I0 is equal to V0 by Z എന്ന് എടുക്കാം. നമുക്ക് പീക്ക് വാല്യൂ എടുത്തിട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ I0 is equal to V0 by Z. V0 പറഞ്ഞാൽ √2 ഇൻറ്റു VRMS അല്ലേ. VRMS പറഞ്ഞാൽ ഇവിടെ 220 അല്ലേ, 230 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ ഏകദേശം നമുക്ക് 230 ഇൻറ്റു √2 divided by 40, 8.1 ആംപിയർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യമുണ്ട്, പക്ഷെ അതെന്താണ്, അങ്ങനെ പ്രൂവ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമിന് ചോദിക്കണമെന്ന് അത്ര ഇതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം, വേണ്ടാന്ന് വയ്ക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. യെസ്, നമ്മുടെ ആൾട്ടർനേറ്റീവ് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ NCERT ബേസ്ഡ് ആയിട്ട് പഠിക്കാനുള്ളത്. പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും താങ്ക് യു.